അപ്പൊ നിങ്ങളപ്പോ അത് പറഞ്ഞു വരുന്നത് എന്താണ്? പുള്ളി ഇടാത്തതിന്റെ കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ നെഗറ്റീവ് കമന്റ് പറയാറുണ്ട്. പുലിമുരുകൻ സിനിമ ഇറങ്ങിയ സമയത്ത് പോലും നെഗറ്റീവ് പറഞ്ഞ ആളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, സമൂഹത്തിന് ദ്രോഹമില്ലാത്ത രീതിയിൽ ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങൾക്ക് ദ്രോഹം ഉണ്ടോ? ഞാൻ ഇരുന്നുണ്ട് ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ധരിക്കുന്നു. അത് അങ്ങനെ ഭയങ്കര നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ കോൺഫിഡൻസ് കിട്ടും. ചിലപ്പോൾ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുമ്പോൾ, ചില ഫുഡ് കഴിക്കുമ്പോൾ കോൺഫിഡൻസ് കിട്ടും. ചില വ്യക്തികളുടെ കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനെ രണ്ടു കൂടെ ഒരുമിച്ച് ഒരു കോൺഫിഡൻസും ഇല്ലല്ലോ. അതൊക്കെയാണ് അതിന്റെ കുഴപ്പം. മൊത്തത്തില് നല്ല സുഖം. അതായത് നമുക്ക് മെമ്പേഴ്സ് ഉണ്ട്, ഏകദേശം 120 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ചിലരൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ മെമ്പേഴ്സിനെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതായത് വലിയൊരു അതായത് കേരളത്തിലുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇതിൽ കിക്കിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഇനി കിക്കിന്റെ ഗുണങ്ങൾ കൊണ്ട് ആളുകൾക്കുള്ള ഈ പറയുന്ന എന്താ പറയാ, ഇൻഫ്ലുവൻസേഴ്സിന് ഉണ്ടാവുന്ന കാര്യങ്ങൾ കൊണ്ട്, ഗുണങ്ങൾ കൊണ്ട്, ആനുകൂല്യം കൊണ്ട് ആളുകൾ ഇനി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയാണ്. അതല്ല ലോകത്തുള്ള എല്ലാവരും ഇല്ല, കേരളത്തിലുള്ള എല്ലാവരും വിളിച്ചുള്ള പരിപാടിയല്ല. മെമ്പേഴ്സ് മാത്രം, അതായത് ഒരു കുടുംബത്തിലുള്ള ആളുകൾ മാത്രം ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതില് ഇനിയിപ്പോ അതാണ് അവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒഫീഷ്യലി അതിന്റെ എന്താ പറയാ, പ്രസിഡന്റും സെക്രട്ടറി അവരാണത് വിടേണ്ടത്. കുറെ കാര്യങ്ങള്, കുറച്ച് ബോംബുകൾ പൊട്ടുന്നുണ്ട്. എന്താണെങ്കിലും അതെ തുടക്കം 1 വർഷത്തോളമായിട്ടുണ്ട്. അത് ഇത് പ്രൊസീജിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചുമ്മാ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഇത്രയും പേരെ കൊണ്ടുവരുന്നതാണ്, എല്ലാ വശങ്ങളും നോക്കണം. മാത്രമല്ല ഈ വരുന്ന ഇത്രയും മെമ്പേഴ്സ് ഒരു കേസോ വഴക്കോ കാര്യങ്ങളോ ഉണ്ടായിരിക്കരുത്. അഥവാ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ അത് പരിശോധിച്ച് അവർക്ക് കൃത്യമായി നിലനിർത്തേണ്ടതാണെങ്കിൽ നിലനിർത്തുകയും ഔട്ട് ആക്കേണ്ടതാണെങ്കിൽ അങ്ങനെ രണ്ടുപേരും ഔട്ടാക്കുകയും ചെയ്തിരുന്നു. ബെറ്റിംഗ് ആപ്പും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് കുറച്ച് ഇതിങ്ങനെ വന്നിട്ട് ഇപ്പൊ പ്രോഗ്രാം നടക്കുന്നത്. യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഇടുന്നതുകൊണ്ട് ചോദിക്കുക. അപ്പൊ കുറച്ച് ഒരാഴ്ച മുന്നേ ചർച്ച ആയിരുന്ന ബാഡ് ബോയ്സിന്റെ റിവ്യൂ പ്രൊഫഷനായിട്ട് കുറച്ച് റിവ്യൂസ് ഇടുന്നില്ല എന്നുള്ള രീതിയിൽ കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഉണ്ണി വ്ളോഗ്, ഷസാം, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇടുന്നില്ല എന്ന് എനിക്ക് ആരും ഇടുന്നില്ല, ഇത് എന്താണ് ഇവർ ഇടാത്ത രീതിയിൽ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരിട്ട് ഓൾറെഡി പ്രശ്നമായതല്ലേ. എന്നിട്ട് വിട്ടതിന്റെ ശേഷം എന്താണ് പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഭീഷണി കോൾ, അത് ഞാൻ കണ്ടായിരുന്നു, കോള് കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവരാണ് എന്തെങ്കിലും കേസും കാര്യങ്ങളായിട്ട് പോകേണ്ടത്. എനിക്ക് തോന്നുന്നു അവർക്ക് ഇപ്പൊ അത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. വീഡിയോസ് പോലും അതിനകത്തില്ല. നമ്മൾ പിന്നെ അതിനെപ്പറ്റി എന്താ പറയാനാ. മാത്രമല്ല, ഒരാൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ അഭിപ്രായം പറയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു പടം പൊട്ടി നാറി തൂറി പോയി കഴിഞ്ഞാൽ അത് അവർക്ക് അതിന്റെ വിഷമം കാണും. അപ്പൊ ചിലപ്പോൾ അവർ തെറിയായിട്ടായിരിക്കും വിളിച്ച് പറയുന്നത്, ഭീഷണിയായിട്ടായിരിക്കാം. അറ്റ് ലാസ്റ്റ് അതിന് നല്ല റിസൾട്ട് ആയിരുന്നെങ്കിൽ നമ്മൾ ഇറക്കി വിട്ട്, നമ്മളൊരു പടം ഇറക്കി, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടു, 1 മില്യൺ അടിച്ചു, 2-3 തെറി കമന്റ് വന്നാലും നമുക്ക് ഒരു വിഷമമില്ല, സന്തോഷമാണ്. നമ്മളൊരു വീഡിയോ ഇട്ടു, 10 വ്യൂസേ വന്നുള്ളൂ, 20 തെറി കമന്റ് ആണെങ്കിൽ നമുക്ക് ദേഷ്യം വരും, നമ്മൾ തെറി വിളിക്കുമോ? അതേ ഉള്ളൂ കാര്യം. നല്ല റിസൾട്ട് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പടം വിജയിച്ചു കഴിഞ്ഞവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എത്ര പേര് ഇപ്പോൾ നെഗറ്റീവ് കമന്റ് പറയാറുണ്ട്. പുലിമുരുകൻ സിനിമ ഇറങ്ങിയ സമയത്ത് പോലും നെഗറ്റീവ് പറഞ്ഞ ആളുണ്ട്. അത് ഭയങ്കര ഹിറ്റ് പടമായിരുന്നു. അപ്പൊ ആ പടം സംസാരിക്കത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പടത്തിന് കിട്ടി. അപ്പൊ അങ്ങനല്ല, ഇത് രണ്ടിനും ഒരേപോലെ സമീപിക്കണം. എനിക്ക് തോന്നുന്നു ചില ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. അതായത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു കുഴപ്പമില്ല, ഒരു സ്വീകരിക്കാൻ തയ്യാറാണ്. ചില സമയത്ത് മനുഷ്യരല്ലേ വ്യത്യാസം. കാരണം പടത്തിന് അവർ വിചാരിക്കുന്ന രീതിയിലൊരു ഇത് കിട്ടിയിട്ടില്ല. ഒരാളൊരു വീഡിയോ ഇട്ട് അത് 10-50,000 പേര് കണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തകർക്കാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ അശ്വന്ത് ഗോക്ക് കൊള്ളത്തിൽ എന്ന് പറഞ്ഞ പടം എല്ലാം പൊട്ടണം, അശ്വന്ത് ഗോക്ക് നല്ലതെന്ന് പറഞ്ഞാൽ പടം എല്ലാം വിജയിക്കണം. കാരണം അദ്ദേഹം ചിലപ്പോൾ പടം കണ്ടു കാണത്തില്ല. എനിക്കത് 2-3 പടം ഇറങ്ങി, ഞാൻ പറയാം. കൊണ്ടലിറങ്ങി, അതുപോലെ തന്നെ കിഷ്കിന്ദ കണ്ടു ഇറങ്ങി, ARM ഇറങ്ങി. ചിലപ്പോൾ കണ്ടു കാണത്തില്ല, ഇല്ലെങ്കിൽ അതൊക്കെ ഇടാത്ത എന്താ അറിയത്തില്ല. ഞാൻ എല്ലാ പടം അങ്ങനെ നോക്കാറില്ല റിവ്യൂ. സാധാരണ ജാൻ ശ്രീനിവാസന്റെ പടങ്ങൾ ബോംബ് എന്ന രീതിയിലാണ് ഗോക്കനെ പറഞ്ഞിട്ടുള്ളത്. ജാൻ ശ്രീനിവാസനെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പടം അടക്കം കോപ്പ് വന്നിട്ട് റിവ്യൂ ചെയ്യാറുണ്ട്, ഗോക്ക് വന്നിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്ര ഒരു മോശം പടം എന്ന രീതിയിൽ ഇപ്പൊ വന്നിട്ടും അതിൽ ചിലത് എനിക്ക് തോന്നേ പുള്ളിക്കാരൻ തന്നെ മനസ്സിലാക്കി കാണും. അദ്ദേഹത്തിന് കണ്ടിട്ട് എന്തെങ്കിലും ഒന്നെങ്കിൽ നെഗറ്റീവോ ഒന്നെങ്കിൽ പോസിറ്റീവോ പറയേണ്ടി വരുമായിരിക്കും. അപ്പൊ പുള്ളിക്കാരൻ ഒന്നും തോന്നി കാണത്തില്ലായിരിക്കാം. അതല്ല ഇനിയിപ്പോ പുള്ളിക്കാരന് എന്താ ഇടാത്തിനുള്ള കാരണം പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ, നമ്മുടെ മെമ്പറാണ് പുള്ളിക്കാരൻ, ഇപ്പോൾ ഇവിടെ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ തന്നെ ചോദിക്കാന്നുള്ളത് വരാൻ ചാൻസ് ഉണ്ട്. പുള്ളി പറഞ്ഞായിരുന്നു വരുമെന്ന്. ഇനിയിപ്പോ എന്തെങ്കിലും അസൗകര്യം എന്തെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല. എന്താ ഈ കാര്യം എനിക്കറിയത്തില്ല. ഇപ്പൊ പറഞ്ഞ പോലെ പുള്ളി ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ചില വീഡിയോസ് കാണുമെന്നുള്ളതല്ലാതെ എന്റെ റിവ്യൂ ഇട്ടില്ലെന്ന് കണ്ടില്ല. പിന്നെ എല്ലാ പടത്തിന്റെ റിവ്യൂ പുള്ളി ഇടത്തില്ലല്ലോ. അപ്പൊ നിങ്ങളപ്പോ അത് പറഞ്ഞു വരുന്നത് എന്താണ്? പുള്ളി ഇടാത്തതിന്റെ കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ? പുള്ളിക്കാരൻ എന്തെങ്കിലും ദുരുദ്ദേശപരമായ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തെ ബാധിച്ചു വരാമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആ ഉടലെടുത്തത് എന്താണെന്ന് പറയാൻ എനിക്കിപ്പോ സൗകര്യമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ എതിർക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ പരിപാടാ ഓരോരുത്തർ കുറച്ച് വന്നോണ്ടിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും ട്രെയിൻ ലേറ്റ്, പിന്നെ രാവിലെ മഴ ആയിരുന്നുകൊണ്ട് പ്രശ്നങ്ങൾ.
കാര്യം നമുക്ക് ഇത്ര മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ എത്ര വന്നാലും 120 മേളിൽ വരത്തില്ല. കാരണം നമ്മുടെ കൃത്യമായിട്ട് മെമ്പേഴ്സ് ഉണ്ട്. മെമ്പർഷിപ്പ് ചോദിച്ച സമയത്ത് കൊടുത്താണ്. ഇപ്പോൾ ഒരുപാട് പേര് അതിനുശേഷം മെമ്പർഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അത് കൊടുക്കാൻ പറ്റും. കാരണം എല്ലാവരെയും കൂടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് പോകണം. നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്യണം. കുറെ വലിച്ചു വാരി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന കണ്ടന്റുകൾ ചെയ്തിട്ട് കാര്യമില്ല, അല്ലേ?